ക്യാമ്പസിലെ ഫസ്റ്റ് ഡേ ആണ്. 2026 നീറ്റ് ആൻഡ് ജെഇ റിപ്പീറ്റർ ബാച്ചിന്റെ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. കൃത്യം 7 മണി ആകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങും. രാവിലെ 6 മണി മുതൽ തന്നെ ബസ്സുകളിലായി നമ്മുടെ കുട്ടികൾ എല്ലാവരും വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓൾറെഡി ഇന്നലെ തന്നെ ഹോസ്റ്റലിൽ ഇരുന്ന് ഓൺലൈൻ ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേ ടോപ്പിക് ആയിട്ടാണ് ഇന്ന് ഓഫ്ലൈൻ ആയിട്ട് അവർ പഠിക്കാൻ പോകുന്നത്. ഇനി ക്ലാസ് റൂമുകളിൽ എത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് DPPസും NCERT ക്രാക്കേഴ്സും ഒക്കെയാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്നിവർ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയി ഇവരെല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടാലോ? ഞാൻ പറഞ്ഞ DPP ആൻഡ് NCERT ക്രാക്കർ. സോ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു DPP നമ്മുടെ ബയോളജിയിലെ ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ DPP ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ 6 days കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ Day 1 കോണ്ടന്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഈ DPPന്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ Day 2 ഉണ്ട്, Day 3 ഉണ്ട്, Day 4 ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററും ഇവിടെ വന്ന് ഇവർ എന്താണോ പഠിക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു DPP. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അടിപൊളി ഫീച്ചർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം NCERT ക്രാക്കർ. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് തോന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ NCERT ക്രാക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു NCERT ക്രാക്കർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിനെയാണ്. അപ്പൊ ഇത് തുറക്കുമ്പോൾ തന്നെ NCERTയിലെ ഫസ്റ്റ് പേജ് നമുക്ക് കാണാം. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുമ്പോൾ സെക്കൻഡ് പേജിന്റെ ഈ സെക്കൻഡ് പേജിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തൊട്ടപ്പുറത്തെ പേജിൽ നമുക്ക് കാണാം. അങ്ങനെ ഈ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ NCERTയിലെ ഓരോ പേജിൽ നിന്നും എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. ഇതുണ്ടെങ്കിൽ ഇനി നമുക്ക് NCERT വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാര്യം NCERTയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു NCERT ക്രാക്കറിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ലഞ്ച് ബ്രേക്കിന്റെ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോവാണ്. നമുക്ക് ലഞ്ച് കഴിക്കാം, വാ. ഇപ്പൊ ഇവിടെ ലഞ്ച് ബ്രേക്ക് ആണ്. ലഞ്ച് ബ്രേക്കിന് ശേഷം കുറച്ച് റിലാക്സ് ചെയ്തിട്ട് കൃത്യം 2 മണിക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. തലേന്ന് ഓൺലൈൻ ആയിട്ടും ഇന്ന് ഓഫ്ലൈൻ ആയിട്ടും രാവിലെ മുതൽ ഉച്ചവരെ പഠിച്ച് Day 1 റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ് ഇവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. സോ ആദ്യം ചോർന്ന് കഴിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷനിലേക്ക് പോവാം. ഇപ്പൊ സമയം 3 മണിയായി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി എക്സാമിന്റെ ടൈമാണ്. നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാമിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. OMR ഷീറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും എക്സാം എഴുതാൻ പോവാണ്. ഇനി ഇവർ എക്സാം എഴുതട്ടെ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും എക്സാം എഴുതട്ടെ. ഇതായിരുന്നു ഹൈബ്രിഡ് ക്യാമ്പസിലെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ഫസ്റ്റ് ഡേ. സോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ?